വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 സീക്രട്ട് എഡിറ്റിംഗ് ഹാക്സ് പാർട്ട് 4 ആണ്. പാർട്ട് 1, 2, 3 എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എൻ്റെ എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാർഡും കൊടുത്തേക്കാം. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ പല പല ക്ലിപ്പുകളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. എനിക്ക് ഓരോ ക്ലിപ്പും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റേസർ ടൂൾ എടുത്തിട്ട് ഓരോ ക്ലിപ്പിൻ്റെ അവിടെ പ്ലേ ഹെഡ് കൊണ്ടുവച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ആൻഡ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് ഒത്തിരി ടൈം എടുക്കും. ബിക്കോസ് ഓരോ ക്ലിപ്പ് എൻഡ് ചെയ്യുന്നിടത്ത് ഞാൻ പ്ലേ ഹെഡ് കൊണ്ടുവച്ചിട്ട് കട്ട് ചെയ്യണം. ബട്ട് ഈ ഒരു കാര്യം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ചെയ്യാം. അതിനുവേണ്ടി ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, സീൻ എഡിറ്റ് ഡിറ്റക്ഷൻ, ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അപ്ലൈ എ കട്ട് അറ്റ് ഈച്ച് ഡിറ്റക്റ്റഡ് കട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സോ അത് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഓരോ സീൻസും പ്രീമിയർ തന്നെ കട്ട് ചെയ്തോളും. രണ്ടാമത് കൊടുത്തിട്ടുള്ള ഈ കട്ട് ചെയ്യുന്ന സീൻസ് എല്ലാം ഒരു ബിന്ന് അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും. ആൻഡ് മൂന്നാമത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരേ ക്ലിപ്പ് മാർക്കറും ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ തൽക്കാലം സെലക്ട് ചെയ്യുന്നില്ല. ആദ്യത്തെ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അനലൈസ് ചെയ്യാം. പ്രീമിയർ ഫുൾ അനലൈസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫുൾ വീഡിയോ പ്രീമിയർ പ്രോ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്ലിപ്പ്, മൂന്നാമത്തെ ക്ലിപ്പ്, ആൻഡ് നാലാമത്തെ ക്ലിപ്പ്, അഞ്ചാമത്തെ ക്ലിപ്പ്. നമ്മളിത് മാനുവലായിട്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ എടുക്കും. ബട്ട് പ്രീമിയർ പ്രോ ഇത് ഈസി ആയിട്ട് 10 സെക്കൻഡ് കൊണ്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കട്ട് ചെയ്തത് മാത്രമല്ല, നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ പ്രൊജക്റ്റ് വിൻഡോയിൽ ഒരു പുതിയ ബിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ കട്ട് ചെയ്തെടുത്ത ഇൻഡിവിജ്വൽ ക്ലിപ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ പ്രൊജക്റ്റ് വിൻഡോ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കുവാണ്. ആൻഡ് ഫുൾ സ്ക്രീൻ ആക്കുന്ന കാര്യമെല്ലാം നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൗസ് കൊണ്ട് ഓരോ വീഡിയോയുടെ മുകളിൽ വെച്ചിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വീഡിയോയുടെ പ്രിവ്യൂ ഒന്ന് കാണാം. എല്ലാ വീഡിയോയിലും അങ്ങനെ നമുക്ക് പ്രിവ്യൂ കാണാം. ആൻഡ് നമ്മൾ മൗസ് മാറ്റുവാണെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ ഒരു തംബ്നെയിലും കാണാം. എനിക്ക് ഈ വീഡിയോയുടെ തംബ്നെയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ എനിക്ക് ചേഞ്ച് ചെയ്യണം. ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള തംബ്നെയിൽ. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇതെനിക്ക് തംബ്നെയിലാക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഷിഫ്റ്റ് P പ്രസ് ചെയ്താൽ മതി. ഇനി വീഡിയോയുടെ ഡിഫോൾട്ട് തംബ്നെയിൽ അതായിരിക്കും. എനിക്ക് ഈ വീഡിയോയുടെ തംബ്നെയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോർഷനിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് ഷിഫ്റ്റ് P. ആൻഡ് ഈ ഒരു കാര്യം നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണമെന്നില്ല, ബട്ട് സംടൈംസ് യൂസ്ഫുൾ ആയിരിക്കാം. ഞാനിവിടെ ഒരു വീഡിയോ കൊണ്ട് ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ അത് കുറേ തവണ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ പല പൊസിഷനിൽ കൊണ്ടുവെക്കുവാണ്. ക്ലിപ്പ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. അത് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ആ ഒരു വീഡിയോ ഞാൻ പല സ്ഥലത്തായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, എനിക്ക് ഈ വീഡിയോസ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്യണമായിരുന്നു. ആൻഡ് ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ഓരോ ക്ലിപ്പ് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്തിട്ട് കളർ ഗ്രേഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ ക്ലിപ്പിലും കോപ്പി പേസ്റ്റ് ചെയ്യണം. ബട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എത്ര തവണ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് തന്നെ ബാക്കി എല്ലാ ക്ലിപ്പുകളും ഈസി ആയിട്ട് കളർ ഗ്രേഡ് ചെയ്യാം. ഇവിടെ ഞാൻ കളർ ടാബ് ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് ഈ ക്ലിപ്പിൽ നിന്ന് കട്ട് ചെയ്ത എല്ലാ ക്ലിപ്സും കളർ ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ ലുമിനറി കളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടോപ്പിൽ വരുവാണെങ്കിൽ സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ആ വീഡിയോയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത എല്ലാ ക്ലിപ്സിലും ആ ചേഞ്ചസ് അപ്ലൈ ആവും. ആൻഡ് നമ്മൾ ചേഞ്ചസ് വരുത്തിയ ക്ലിപ്പിലെല്ലാം ഒരു റെഡ് ലൈനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ കുറേ മാർക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് M പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് Iയും Oയും ഉപയോഗിച്ച് ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെലക്ട് ചെയ്തു. നമ്മൾ മാർക്കേഴ്സും ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും എല്ലാം പല ടൈമിലും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് യൂസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസിൽ വെറുതെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും മാർക്കേഴ്സ് എല്ലാം കിടപ്പുണ്ട്. നമ്മുടെ യൂസ് കഴിഞ്ഞാൽ പിന്നെ മാർക്കേഴ്സും ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും എല്ലാം ഇവിടെ വെറുതെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക്, ക്ലിയർ ഇൻ ആൻഡ് ഔട്ട് കൊടുക്കുക. ആൻഡ് മാർക്കേഴ്സ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക്, ക്ലിയർ ഓൾ മാർക്കേഴ്സ് കൊടുക്കുക. ആൻഡ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മാർക്കേഴ്സും ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ ടൈം ലൈൻ നല്ല ക്ലീൻ ആയി കിടന്നോളും. ഓക്കെ, ഞാൻ ഈ വീഡിയോ കുറേ ടൈം കട്ട് ചെയ്യുവാണ്. ആൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വേറെ കുറേ എഡിറ്റിംഗ് ബാക്കി സ്ഥലങ്ങളിലെല്ലാം ചെയ്തു. ആൻഡ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു, ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. സോ എനിക്ക് ഈ ഒരു കട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ജോയിൻ ത്രൂ എഡിറ്റ്സ്. നമുക്കൊരു ട്രാക്കിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ ലൈനിൽ കൊണ്ടുവച്ചിട്ട് മുകളിലോട്ടോ താഴോട്ടോ ഡ്രാഗ് ചെയ്താൽ മതി. ആൻഡ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഈസി മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. അങ്ങനെ എനിക്ക് ഓഡിയോ ട്രാക്കിലും വീഡിയോ ട്രാക്കിലും ചെയ്യാം. ഇവിടെ ഇപ്പം 3 വീഡിയോ ട്രാക്കുകളുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും സൈസ് ഒരുമിച്ച് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ആൻഡ് അതുപോലെ തന്നെ ഓഡിയോയുടെയും ചെയ്യാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ടൈം ലൈൻ സൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ആൻഡ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു മൗസ് പോയിൻ്റർ ഇരിക്കുന്നിടത്തോട്ടായിരിക്കും സൂം ആകുന്നത്. സോ മൗസ് പോയിൻ്റർ ഞാൻ ഇവിടെ വെച്ചിട്ട് സൂം ചെയ്യുവാണെങ്കിൽ ആ ഒരു പോയിന്റിലേക്കായിരിക്കും സൂം ആവുന്നത്. ആൻഡ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ടൈം ലൈൻ മൂവ് ചെയ്യാൻ വേണ്ടി കഴിയും.
നമ്മളിവിടെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ വർക്ക് സ്പേസസ് കിടപ്പുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. ആൻഡ് പലപ്പോഴും നമ്മളിത് പലതും യൂസ് ചെയ്യാറില്ല. നമുക്ക് ആവശ്യമില്ലാത്ത വർക്ക് സ്പേസ് എല്ലാം ഇവിടുന്ന് മാറ്റാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഓർഡറിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഒരു ആരോ കാണാം. അവിടെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് വർക്ക് സ്പേസ് സെലക്ട് ചെയ്യാം. ആൻഡ് നമുക്ക് ആവശ്യമില്ലാത്ത വർക്ക് സ്പേസ് എല്ലാം ഇവിടുന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ ലേണിംഗ് യൂസ് ചെയ്യാറില്ല. സോ അത് ഞാൻ താഴെ ഓവർഫ്ലോ മെനുവിൽ കൊണ്ടുവെക്കുവാണ്. ആൻഡ് അസംബ്ലി ഞാൻ യൂസ് ചെയ്യാറില്ല. അത് ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കുവാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാത്ത എല്ലാം ഓവർഫ്ലോ മെനുവിൽ കൊണ്ടിടുവാണ്. ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ മാറ്റിയ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പോയിട്ടുണ്ട്. ആൻഡ് അത് വീണ്ടും എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ വിൻഡോയിൽ പോയിട്ട് വർക്ക് സ്പേസസ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡബിൾ ആരോയിൽ ഞെക്കിയിട്ട് ഇവിടുന്നും സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഡബിൾ ആരോയിൽ പ്രസ് ചെയ്യാം, എഡിറ്റ് വർക്ക് സ്പേസസ്, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ആൻഡ് ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ കൊടുത്ത അതേ അറേഞ്ച്മെൻറ്റിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓരോ വർക്ക് സ്പേസസും. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള വർക്ക് സ്പേസ് സെലക്ട് ചെയ്യാം. ആൻഡ് ക്ലീൻ ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും നമ്മുടെ വിൻഡോ ഇരുന്നോളും. നമുക്ക് ഡിഫോൾട്ട് ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടി ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് Ctrl+D പ്രസ് ചെയ്യുക. ആൻഡ് ക്രോസ് ഡിസോൾവ് ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ട്രാൻസിഷൻ. എനിക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ ട്രാൻസിഷൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ എടുക്കാം. ഞാൻ ഇവിടെ ഡിസോൾവ് തന്നെ എടുക്കുവാണ്. അവിടുന്ന് നമുക്ക് ഡിപ് ടു ബ്ലാക്ക് എടുക്കാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് സെറ്റ് സെലക്റ്റഡ് ആസ് ഡിഫോൾട്ട് ട്രാൻസിഷൻ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ക്രോസ് ഡിസോൾവ് ഡിലീറ്റ് ചെയ്തിട്ട് Ctrl+D പ്രസ് ചെയ്യുവാണെങ്കിൽ ഡിപ് ടു ബ്ലാക്ക് ആയിരിക്കും ഇനി നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ട്രാൻസിഷൻ. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ ഡിഫോൾട്ടായിട്ട് കൊടുക്കാം. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്ലേബാക്ക് കാണുമ്പോൾ കുറച്ച് സ്പീഡിൽ കാണണമെങ്കിൽ ജസ്റ്റ് എല്ലിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ആൻഡ് കുറച്ചുകൂടെ സ്പീഡിൽ കാണണമെങ്കിൽ ഒന്നുകൂടെ എല്ലിൽ പ്രസ് ചെയ്താൽ മതി. ആൻഡ് കുറച്ചുകൂടെ സ്പീഡിൽ കാണണമെങ്കിൽ ഒന്നുകൂടെ എല്ലിൽ പ്രസ് ചെയ്താൽ മതി. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ K പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്പേസ് പ്രസ് ചെയ്താലും മതി. എനിക്ക് പുറകോട്ട് പ്ലേ ചെയ്യണമെങ്കിൽ J പ്രസ് ചെയ്താൽ മതി. ആൻഡ് കുറച്ചുകൂടെ സ്പീഡിൽ പുറകോട്ട് പ്ലേ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ J പ്രസ് ചെയ്യാം. കുറച്ചുകൂടെ സ്പീഡിൽ പ്ലേ ചെയ്യണമെങ്കിൽ J പ്രസ് ചെയ്യാം. JKL ഈ 3 കീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. J പുറകോട്ട് പ്ലേ ചെയ്യാൻ, L ഫ്രണ്ടിലേക്ക് പ്ലേ ചെയ്യാൻ, K പോസ് ചെയ്യാൻ വേണ്ടി. എനിക്ക് ഏതെങ്കിലും ഒരു എഫക്റ്റ് ഈ വീഡിയോസിലെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ക്യാമറ ബ്ലർ എഫക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഓരോ ക്ലിപ്പിലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ക്ലിപ്പെല്ലാം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+A പ്രസ് ചെയ്താൽ മതി. ആൻഡ് നമുക്ക് എഫക്റ്റ് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. എല്ലാ ക്ലിപ്പിലും അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ക്ലിപ്പും സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പാർട്ട് 5 മിക്കവാറും ഈ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീമിയർ ഹാക്സ് അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മൾ പ്രീമിയർ പ്രോയുടെ ഹാക്സ് ചെയ്തപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സിനെ ഞാൻ കുറച്ച് ഹാക്കുകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.